മത്തായി സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യമാണ്. മത്തായി 18 അതിൻ്റെ 35 നമുക്ക് വായിക്കാം. നിങ്ങൾ ഓരോരുത്തരും സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കണം എന്നതാ ഇന്ന് കർത്താവിന് നമ്മളോട് പറയുവാനായിട്ടുള്ള നല്ല ആലോചന. ജോൺ ബ്രദർ ഇന്നലെ പറഞ്ഞു, അതൊരു ക്ലോസ് അല്ല, അല്ലെങ്കിൽ അതൊരു വ്യവസ്ഥയല്ല, മറിച്ച് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ആഗ്രഹമാണ്. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. മത്തായി സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 48-ാമത്തെ വാക്യത്തിൽ, മത്തായി 5 അതിൻ്റെ 48-ാമത്തെ വാക്യത്തിൽ ആ ദൈവത്തിൻ്റെ ആഗ്രഹം യേശു കർത്താവ് പറയുക. എന്താണ്? നമുക്കത് വായിക്കാം. 5:48. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരായിരിക്കും. എന്നൊക്കെ ദൈവത്തിന്, നമ്മുടെ നല്ലവനായ കർത്താവിന് നമ്മളെക്കുറിച്ചൊരു പ്രതീക്ഷയുണ്ട്. നമ്മളത് പറഞ്ഞേ, എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പ്രതീക്ഷയുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ ഓരോരുത്തരെയും കുറിച്ച് എൻ്റെ ദൈവത്തിന് ആഗ്രഹമുണ്ട്. അത് നിങ്ങളെല്ലാവരും 3 നിലയുള്ള വീട് വാങ്ങിക്കണമെന്ന് അത് ദൈവത്തിന് ഇഷ്ടപ്പെടണമെന്നല്ല. ദൈവം അതിനേക്കാളും ആഗ്രഹിക്കുന്നത് നിങ്ങൾ ദൈവത്തിന്റെ സ്വഭാവമുള്ളവരായിരിക്കും. എഫെസ്യ ലേഖനത്തിൽ അല്ല ഫിലിപ്പിയ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുക, ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുയേശു ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ അവൻ ദാസരൂപമെടുത്ത് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. കേവലം ഒരു മനുഷ്യനായി, മനുഷ്യരാൽ നിന്ദിക്കപ്പെടുന്നവനായി, മനുഷ്യരാൽ പഴിക്കപ്പെടുന്നവനായി, മനുഷ്യരാൽ തുപ്പുന്നവനായി, മനുഷ്യരാൽ എല്ലാ അടികളും പരിഹാസങ്ങളും ഏൽക്കപ്പെടുന്നവനായി, ഒരു കേവല മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ജോൺ ബ്രദർ ഇന്നലെ പറഞ്ഞു, ബ്രദർ ഒരു ദിവസം പണ്ട് തൻ്റെ ഷോപ്പിലായിരിക്കുമ്പോൾ രാത്രി 12 മണിക്ക് കള്ളു കുടിച്ച് ജ്വരത്തം വന്നിട്ട് ഒരൊറ്റയടി കൊടുത്തു. ബ്രദർ പറഞ്ഞു, അവനെ തിരിച്ചടിക്കാനായിട്ട് എൻ്റെ ഉള്ളിൽ പ്രേരണ ഉണ്ടായി. ദൈവാത്മാവ് പറഞ്ഞു അത് ക്ഷമിക്കുവാൻ. പ്രിയമുള്ളവരെ, നമ്മളെ ഒരുപക്ഷെ ആളുകൾ അടിച്ചു കാണത്തില്ല എന്നൊക്കെ ദൈവത്തിന് വചനം പറയുക. മർക്കോസ് 11-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം. മർക്കോസ് 11:25. നമുക്കറിയാവുന്ന വാക്യങ്ങൾ ഇതെല്ലാം. എങ്കിലും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ച് നിങ്ങളുടെ നിർമ്മല മനസ്സാക്ഷിയെ ഉണർത്തുകയാണ്. മർക്കോസ് 11:25. നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ whenever you stand to pray. അതിനർത്ഥം നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണമെന്ന്. സംഗീതക്കാരൻ പറയുക, രാത്രികാലങ്ങളിൽ യഹോവയുടെ സന്നിധിയിൽ നിൽക്കുന്നവരായുള്ളവേ, രാത്രികാലങ്ങളിൽ നാം പ്രാർത്ഥിക്കുവാനായി ദൈവസന്നിധിയിൽ നിൽക്കുന്നവരായിരിക്കണം. അല്ല, രാത്രിയുടെ അനുഭവം പോലെ നമ്മുടെ ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകളോ സങ്കടങ്ങളോ വന്നാൽ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായി നിൽക്കുന്നവരായിരിക്കണമെന്ന ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് നാം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഒരു വ്യവസ്ഥയാ നമുക്കറിയാം. പ്രേ അല്ലെങ്കിൽ ആസ്ക്, ചോദിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ഇത് സമരം ചെയ്ത് പിടിച്ച് വാങ്ങിക്കുക എന്നുള്ള അർത്ഥമൊന്നുമല്ല. എന്നാൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക എന്നത് ദൈവരാജ്യത്തിൻ്റെ ഒരു തത്വമാണ്, ദൈവത്തിൻ്റെ വ്യവസ്ഥയാണ്. ദൈവം എല്ലാ കാര്യങ്ങൾക്കും ചില വ്യവസ്ഥകൾ വെച്ച്, വ്യവസ്ഥകൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ചില രീതി ഉണ്ടല്ലോ. ആ ദൈവത്തിന്റെ രീതി അല്ലെങ്കിൽ സ്വർഗത്തിന്റെ രീതി, ആ സ്വർഗത്തിന്റെ രീതിയാണ് ചോദിക്കുക. നാം ചോദിക്കുക, ദൈവത്തിന് പ്രാപിക്കുക. നാം വലിയ ആളെ നമ്മളുടെ ഗമയെടുത്ത് പ്രാർത്ഥിക്കാതൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അത് ദൈവം തരിക എന്നത് ദൈവത്തിന്റെ രീതിയാണ്, അല്ല ദൈവത്തിന്റെ വ്യവസ്ഥയല്ല. ദൈവത്തിന്റെ വ്യവസ്ഥ ചോദിപ്പീൻ, നമ്മളത് പറഞ്ഞ് ചോദിപ്പീൻ, അത് വല്ലാതെ യാചിക്കുക എന്നല്ല എൻ്റെ അർത്ഥം. ചോദിപ്പീൻ,
എന്നാൽ നിങ്ങൾക്ക് കിട്ടും. നമ്മളത് പറഞ്ഞ് ചോദിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. എന്നൊക്കെ ചോദിക്കുക, പ്രാർത്ഥിക്കുക എന്നത് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. എന്നൊക്കെ മർക്കോസ് 11-25 വാക്യം, നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ, whenever you stand to pray, നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ്. കണ്ടോ, അവിടെ പറയാണ് നിങ്ങളുടെ പിതാവിന്റെ വീടിന്റെ പേര്. ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഞാൻ വായിച്ചു വിളിക്ക് മനസ്സിലായത്, ദൈവം വസിക്കുന്ന വീട് എന്ന് പറയുന്ന പേരാണ് സ്വർഗമെന്ന്. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ്. നോക്കിയേ, ദൈവം വസിക്കുന്ന വീട് സ്വർഗമാണ്. നമ്മുടെ വീട് എന്തായിരിക്കണം എന്നാ ദൈവം ആഗ്രഹിക്കുന്നേ? അനി നമ്മുടെ വീടും സ്വർഗമായിരിക്കണമെന്നാ ദൈവം ആഗ്രഹിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരും വീട്, നമ്മൾ നോക്കിയ പരസ്പരം കാട്ടുമൃഗങ്ങളെ പോലെ ഇടുകൂടുന്നവരും അടികൂടുന്നവരും പരസ്പരം പഴി പറയുന്നവരും ദുഷി പറയുന്നവരും പരസ്പരം കുറ്റം കണ്ടുപിടിക്കുന്നവരും പരസ്പരം കുറവ് പറയുന്നവരൊന്നും ആയിരിക്കാനായിട്ടല്ല. മറിച്ച് നോക്കിയേ, നമ്മുടെ വീടും സ്വർഗമായിരിക്കണമെന്ന്. സ്വർഗത്തിൽ എന്താ? അപ്പാ വീട്ടിലെപ്പോഴും ആനന്ദമേ. അവിടെ എപ്പോഴും എന്നാ? യഹു നല്ല ഇടയൻ, എന്നും എൻ്റെ പാലകൻ, എല്ലെനിക്കു ഹേതമൊന്നുമേ. അവിടെ എപ്പോഴും എന്താ? ആരാധനയാ. പച്ചയായ പുൽപ്പുരങ്ങളിൽ സ്വച്ഛമന്നതിക്കരികിലും ക്ഷേമമായി പോറ്റുന്ന എന്നെയും സ്നേഹമോടെ യേശു നായകൻ. അവിടെ എപ്പോഴും ആരാധനയാ, അവിടെ എപ്പോഴും സ്തുതിയും സ്തോത്രമാ, അവിടെ എപ്പോഴും നന്ദിയുള്ള ഹൃദയമാ. അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ എപ്പോഴും ആരാധനയും നന്ദിയുള്ള ഹൃദയവും ആനന്ദവും നോക്കി ആനന്ദഘോഷവും, ദൈവത്തിനും പറയുക സന്തോഷഘോഷം അവരുടെ വീട്ടിൽ നിന്ന് നീങ്ങിപ്പോകുകയില്ല. ആനന്ദഘോഷം, മണവാളൻ തലപ്പാവ് അണിഞ്ഞ് ആനന്ദിക്കുന്ന പോലെ, മണവാളൻ മണവാട്ടിൽ സന്തോഷിക്കുന്ന പോലെ. പ്രിയമുള്ളവരെ, നമ്മുടെ വീട് എപ്പോഴും ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും, സംഗീതക്കാരൻ പറയുക, ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ വീട്ടിലുണ്ട്. അപ്പൊ സ്വർഗം ആഗ്രഹിക്കുന്നത് നമ്മുടെ വീട് സ്വർഗമായിരിക്കണം. എന്നെ കേൾക്കുന്ന ഓരോ കുടുംബങ്ങളെയും നസ്രനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. മധ്യപ്രദേശെ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുക, പ്രീത സഹോദരി അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുക. പിന്നീട് നമ്മളെ ഇത് കാണുന്നവരെ, അവരുടെ വീടുകളെ, ഇന്നെ ഈ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ചേർന്ന് പിന്നീട് കാണുന്നവരെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചോട്ടെ. അവരെ കൂടെ പിന്നീട് ഈ വർഷിപ്പ് ശ്രദ്ധിക്കുന്നവരെ അവരുടെ വീടുകൾ സ്വർഗമായി തീരേണ്ടതിന്, അവരുടെ വീടുകളിൽ നിന്ന് വഴക്കുകൾ മാറിപ്പോകേണ്ടതിന്, കടവയെ പരസ്പര കടിപിടി കൂടുന്ന മൃഗങ്ങളെ പോലെ കടവയെ ഭാര്യ ഭർത്താക്കന്മാർ വഴക്കുണ്ടാക്കുന്ന, കടവയെ കുഞ്ഞുങ്ങൾ പരസ്പരം വഴക്കുണ്ടാക്കുന്ന ആ വഴക്കുകൾ മാറിപ്പോയി വീടുകൾ അനുഗ്രഹപൂർണ്ണമായി തീരേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ ലൈവിലായിരിക്കുന്ന ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കടവയെ ഞങ്ങളുടെ കുടുംബങ്ങളെ, കടവയെ മറ്റുള്ളവരുടെ കുടുംബങ്ങളെ, പിന്നീട് അത് കാണുന്നവരെ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. എല്ലാ വീടുകളിലേക്ക് ദൈവശക്തി കൊണ്ട് വ്യാപരിക്കപ്പെട്ട്, ദൈവശക്തി വ്യാപരിക്കപ്പെട്ട്. ഹല്ലേലൂയ, മഹത്വം രക്ഷക സ്തുതി നിനക്കെന്നും, ചേറ്റിൽ നിന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടാടി വണങ്ങോ. സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടാടി വണങ്ങോ. ഓടുന്നു എൻ വേരോരനായി, നിശ്ചയം എൻ വിരോധനിക്കു ശത്രുക്കളാരുമേ കൊണ്ടുപോകയില്ല. സ്ഥാപിക്കും അന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ. സ്ഥാപിക്കും അന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ.
ആരുടെ മധ്യത്തിൽ പ്രിയമുള്ളവരെ, നമ്മുടെ വീടുകൾ ആരാധനയുള്ളതായി തീരട്ടെ. നമ്മുടെ വീടുകൾ ഉല്ലാസവും ജയവുമുള്ളതായി തീരട്ടെ. നമ്മുടെ വീടുകൾ സ്വർഗത്തിലേതുപോലെ ആയിരിക്കട്ടെ. മർക്കോസ് 11:25 നമുക്ക് വായിക്കാം. ആനയെന്ന് വായിച്ചിട്ട് നോക്കി. മർക്കോസ് 11:25 വാക്യം. നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് എന്നിട്ടോ നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. കർത്താവിന്റെ പ്രാർത്ഥനയ്ക്കകത്തും കർത്താവ് ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ പ്രാർത്ഥിക്കാനാ പഠിപ്പിച്ച്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. അത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് പിള്ളേരെ, യേശു കർത്താവ് ഈ മത്തായി 18 അധ്യായത്തിലേക്ക് വരാം. മത്തായി 18 അധ്യായം 21 വാക്യത്തിൽ പത്രോസിന് ഒരു സംശയം, പത്രോസിന് ഒരു ചോദ്യം. പത്രോസ് ചോദിക്കുക, കർത്താവേ, സഹോദരൻ പിഴച്ചാൽ 7 വട്ടം ക്ഷമിച്ചാൽ മതിയോ? അത് മറ്റൊരു ഭാഗത്ത് നമുക്ക് കാണാം. ദിവസത്തിൽ ഒരു ദിവസം സെയിം ഡേയിൽ 7 വട്ടം തെറ്റ് ചെയ്താൽ അവനോട് ക്ഷമിച്ചാൽ മതിയോ എന്ന് ചോദിച്ചു. അപ്പൊ കർത്താവിന്റെ ഉത്തരം എന്തായിരുന്നു? അനി മത്തായി 18:21 വാക്യം 7 വട്ടം മതിയോ? 22 വാക്യത്തിൽ ഉത്തരം കർത്താവ് പറയുക, യേശു അവനോട് 7 വട്ടമല്ല 70 വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു. നമുക്കറിയാം 70 വട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൗണ്ട്ലെസ് ടൈമാണ്. അല്ലെങ്കിൽ നോക്കിയേ, എത്ര നമ്മോട് അതിക്രമം ചെയ്താലും, നമ്മുടെ കുഞ്ഞുങ്ങള് എത്ര ദോഷം ചെയ്താലും, നോക്കി നമ്മുടെ ആത്മീക സഹോദരങ്ങൾ, നമ്മുടെ അയൽവക്കക്കാര്, നിങ്ങളെ അതൊക്കെ നമ്മൾ പറയുന്ന പോലെ ഈസി ഒന്നും അല്ല. അത് നമുക്ക് വളരെ നിഷ്പ്രയാസമെന്ന് തോന്നാം, പക്ഷെ അത് ഈസി അല്ല. എന്നാലൊക്കെ നമ്മളെ സഹായിപ്പാൻ ദൈവത്തിന് പരിശുദ്ധാത്മാവ് ഉണ്ട് എന്നതാ നമ്മളെ ഈസി അല്ലാത്ത കാര്യം നമ്മളെ ഈസി ആക്കി തീർക്കുമാറാക്കുന്ന ഒരു പരിശുദ്ധമാണ്. അപ്പൊ നോക്കിയേ, ഈ കർത്താവിന്റെ ആഗ്രഹങ്ങളും ഹിതങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിവർത്തിച്ചെടുക്കുവാനായിട്ട് സാധ്യമായി തീരുന്നത് ഒരു പരിശുദ്ധാത്മാവുമായുള്ള ബന്ധത്തിൽ നമുക്കായിരിക്കുമ്പോൾ നമുക്കത് സാധ്യമായി തീരും. പരിശുദ്ധമാവ് നമ്മളെ അതിന് ശക്തരാക്കും. അതുകൊണ്ടാണ് പാട്ടുകാരൻ പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മൂലം ഞാൻ എല്ലാറ്റിനും, എങ്ങനെയാണ് ആ പാട്ട്? ഇതില്ല, എങ്ങനെയാണ് ഈ പാട്ട്? ഞാൻ എല്ലാറ്റിനും മതിയാകുന്നു, എൻ്റെ ബലഹീനതയിൽ തൻ്റെ ബലമണിയിക്കുന്നവൻ യേശു മാത്രമല്ലോ. എൻ്റെ ബലഹീനത, നമ്മുടെ ബലഹീന സ്വഭാവമായിരിക്കാം, നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല, മറക്കാൻ പറ്റുന്നില്ല, അത് നമ്മുടെ ബലഹീന സ്വഭാവമായിരിക്കാം. എന്നൊക്കെ ഇവിടെയുള്ളവരെ, നമ്മുടെ ബലഹീന സ്വഭാവങ്ങളിൽ നമ്മളെ സഹായിക്കുന്നൊരു ദൈവമുണ്ട്, ശക്തനാക്കുന്നൊരു ദൈവമുണ്ട്. അതാ യേശു കർത്താവ് തന്നെ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യു വിൽ ബി ഏബിൾ. നമ്മളെ ജോൺ ബ്രദർ കഴിഞ്ഞ ആഴ്ചകൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന യു വിൽ ബി ഏബിൾ, നിങ്ങൾ ശക്തരായിത്തീരും, നിങ്ങളതിന് പ്രാപ്തരായിത്തീരും, നിങ്ങൾക്ക് നിങ്ങൾ എബിലിറ്റി ഉണ്ടായിത്തീരും. അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ തക്കണം. എന്ത് ദോഷം നമ്മളോട് ചെയ്താലും അത് ക്ഷമിക്കുവാൻ തക്കണം, എനിക്ക് മറക്കുവാൻ തക്കണം. യേശു കർത്താവ് കാൽവരി ക്രൂശിൽ കർത്താവിനെ ആളുകൾ തുപ്പിയപ്പോൾ അവൻ്റെ മുഖത്ത് അടിച്ചിട്ട് ആരാന്ന് പ്രവചിക്കുന്നു പറഞ്ഞപ്പോൾ യേശുവിനോട് എങ്ങനെ പറയാമായിരുന്നു? പത്രോസ് ലേഖനത്തിലെ വാക്യം ഒന്ന് വായിച്ചാൽ 1 പത്രോസ് 2 അധ്യായത്തിലെ 23-24 എത്ര വാക്യം ഒന്ന് കണ്ടുപിടിച്ച് വായിച്ചേ. അവൻ ഭീഷണം പറഞ്ഞില്ല. അവന് വേണേ യേശുവിനോട് അവിടെ വെച്ച് പറയാമായിരുന്നു, നിന്നെ ഞാൻ കാണിച്ചു തരാവിടാ, ഇപ്പം ഞാൻ ഈ ക്രൂശിൽ കയറണമെന്നുള്ള പരിപാടിയുണ്ട്, ഒരു 3 ദിവസം കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വരും, അന്നേരം നിന്നെ കാണിക്കാമണം, നിന്നെ മൂക്ക് കൊണ്ട് ഇച്ഛ വരപ്പിക്കും എന്ന് വേണേ ഞങ്ങൾക്ക് അവരോട് പറയാമായിരുന്നു. യേശു എന്താ ചെയ്തെന്നറിയാമോ? യേശുവിനെ കുറിച്ച് പത്രോസ് പറഞ്ഞിരിക്കുന്നതെന്നറിയാമോ? തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയില്ല. ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നുവെങ്കിൽ ഭാര്യം ഭരമേൽപ്പിക്കത്രേ ചെയ്തു. എൻ്റെ കർത്താവ് എന്ത് പ്രാർത്ഥിച്ചറിയാമോ?
കർത്താവ് പ്രാർത്ഥിച്ചു, കർത്താവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ. ഈ ക്രിസ്തുവിൽ വ്യാപരിച്ച ഈ പരിശുദ്ധാത്മാവ് യേശു കർത്താവിനെ ഈ കാൽവരി ക്രൂശിൽ, യേശു കർത്താവ് അന്നേരം മനുഷ്യനായിരുന്നല്ലോ, യേശു കർത്താവിനെ ഈ കാൽവരി ക്രൂശിലെ കഷ്ടവും ദുഃഖവും ഒക്കെ സഹിപ്പാനായിട്ട് ശക്തീകരിച്ച ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ, പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവം നമുക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുക. അതേ പരിശുദ്ധാത്മാവ്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ. അതുകൊണ്ടല്ലേ സ്തേഫാനോസും അങ്ങനെ പ്രാർത്ഥിച്ചത്. നമ്മുടെ ഒരാളെ കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അന്നേരം ഇവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? സാധാരണഗതിയിൽ സ്തേഫാനോസിന്, കർത്താവേ, ഇവരുടെ പാപം നിർത്തരുതേ, അല്ലെ ഇവരോട് ഓർക്കരുതേ, അത് സ്വർഗത്തിൽ എഴുതി വെക്കരുതേ, ഇവരുടെ പാപം അങ്ങ് ക്ഷമിക്കണമേ എന്ന് പറയാനാണ് സാധിച്ചത്. പരിശുദ്ധാത്മാവിന് ആരായിരുന്നു ഞാനിപ്പോ പറഞ്ഞ ആരായിരുന്നു? സ്തേഫാനോസിനൊക്കെ എഴുതിയിരിക്കുന്നത് ഹീസ് ഫുൾ ഓഫ് സ്പിരിറ്റ് എന്ന് എഴുതി. അവൻ ആത്മപൂർണ്ണനായിരുന്നു, അല്ലെങ്കിൽ ആത്മാവ് നിറഞ്ഞവനായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നു. അവൻ ആത്മാവ് നിറഞ്ഞവനായിരുന്നോണ്ടാണ്. അതുകൊണ്ട് നോക്കിയപ്പോഴേ നമുക്ക് ഈ ഇന്നത്തെ നമ്മളോട് ദൈവം പറയുന്നത് എന്താ അറിയാമോ? അല്ലെങ്കിൽ ജോൺ ബദൽ ഇന്നലെ നമ്മളോട് പറഞ്ഞത്, നാം മറ്റുള്ളവരോട് ക്ഷമിക്കണം. ക്ഷമിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെയുണ്ട്. ഈ മത്തായി 18-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു, 7:7 ക്ഷമിക്കണം. എന്നിട്ട് കർത്താവൻ രൂപം പറഞ്ഞു. കർത്താവ് പറയാണ്, സ്വർഗരാജ്യം തൻ്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന രാജാവിനോട് സദൃശ്യം. വാക്യം 24. അവൻ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ വായിച്ചാട്ടെ, 10,000 താലന്ത്. എനിക്ക് ഒരു താലന്ത് എന്ന് പറഞ്ഞാൽ അത് KJV-ക്കാർ പറയുന്നത് എത്ര എന്നറിയാമോ? ഒരു താലന്ത് എന്ന് പറഞ്ഞാൽ KJV ഇവിടെ ഞാനിവിടെ എഴുതി വെച്ചായിരുന്നു. എന്ത് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്? താലന്ത് എവിടെ? താലന്ത് എഴുതി വെച്ചിരിക്കുന്നു. താലന്ത്. നോക്കിയേ, KJV-ക്കാർ പറയുന്നത് ഒരു താലന്ത് എന്ന് പറഞ്ഞാൽ ഒരു താലന്ത് എവിടെ കർത്താവ് എഴുതിയിരിക്കുന്നത്? അത് മോളെ 1/6 താലന്താണ്. അതല്ലത് വേറെ എഴുതിയായിരുന്നു കർത്താവ്. ഏതൊക്കെ ഒരു താലന്ത് എന്ന് പറഞ്ഞാൽ KJV എടുത്ത് നോക്കിയാൽ അറിയാൻ നോക്കും. KJV ഉണ്ടോ 18-ന്റെ എത്ര മോളെ താലന്ത്? എന്ത് താലന്ത്? 24. വാക്യം 24. വാക്യം 24 ഞാൻ വായിക്കാം. 24 ടാലന്റ്. ഓക്കെ, താലന്ത് ഇന്ത്യയുടെ താലന്ത്. ഓക്കെ, ഇത് വായിച്ച് മൂന്നാമത്തെ ടാലന്റ്. ഓക്കെ, ഒന്ന് വായിച്ച്. 91 കിലോ. talent of gold in Israel weighed about 200 pounds. 91 kilogram. അത് 200 pounds 91 kilogram. ഒരു താലന്ത് എന്ന് പറഞ്ഞാൽ 91 കിലോഗ്രാം ആണ് ഇസ്രയേലിൽ ഒരു കണക്ക്. 91 കിലോഗ്രാം സ്വർണം ഒരു താലന്ത്. 91 കിലോഗ്രാം ആണെന്നാണ് KJV-യുടെ ബൈബിൾ ട്രാൻസ്ലേഷൻ എഴുതിയിരിക്കുന്നത്. ഒരു താലന്ത് എന്ന് പറഞ്ഞാൽ 91 കിലോ സ്വർണം. ഇന്നത്തെ വിലയ്ക്കൊന്ന് കൂട്ടി നോക്കിയേ, 10,000 ഗുണം 91 കിലോ. ഭീമമായ ദശലക്ഷക്കണക്കിനാണ് ഒരു മനുഷ്യൻ കടംപെട്ടിരിക്കുന്നത്. ആരോട് കടംപെട്ടിരിക്കുന്ന? ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു. അതായത് മനുഷ്യന്റെ പാപമാ ഈ കടമെന്ന് പറഞ്ഞു. പാപത്തിന്റെ കടം അല്ലെങ്കിൽ പാപത്തിന്റെ പെരുപ്പം അത് വളരെ ഭീമമാണ്. ഒരു മനുഷ്യനും അതിൻ്റെ താഴെ ഈ മത്തായി 18-ാം അധ്യായത്തിൽ അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ അവന് വീട്ടുവാൻ വകയില്ല. ഒരു മനുഷ്യനും അത് വീട്ടാനായിട്ട് സാധിക്കത്തില്ല. ഒരു മനുഷ്യനും താൻ ദൈവത്തോട് കടപ്പെട്ട ആ പാപത്തിന്റെ കടം, അല്ലെങ്കിൽ ദൈവവചനത്തിന്റെ ഭാഷ പറഞ്ഞാൽ ഒരു മനുഷ്യന് വീണ്ടെടുപ്പ് വില കൊടുപ്പാൻ ആർക്ക് കഴിയും? ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ വില സർവലോകത്തിന് വിലയേക്കാളും വലിയതാണ്. എന്നൊക്കെ ഒരു താലന്ത് എന്ന് പറഞ്ഞാൽ 95 കിലോഗ്രാം സ്വർണത്തിന് സമമാണെങ്കിൽ 10,000 താലന്ത് 91 ഗുണം 10,000 ഭീമമായ തുക പോലെ നാം ദൈവത്തോട് കടപ്പെട്ടിരിക്കുക. അത് വീട്ടാനായിട്ട് അല്ലെങ്കിൽ പാപത്തിന് പരിഹാരം ചെയ്യുവാനായിട്ട് ഈ യജമാനൻ തൻ്റെ ദാസനോട്, തനിക്ക് കടംപെട്ട ദാസനോട് പറഞ്ഞപ്പം അവന് വീട്ടുവാൻ വകയില്ലായകയാൽ
അതിൻ്റെ 25-ാമത്തെ വാക്യം രാജാവ് പറയുകയാണ്. എന്താ നീ വായിച്ചേ? വാക്യം 25. അവന് വീട്ടുവാൻ വകയില്ലായികയാൽ അവന്റെ യജമാനൻ അവനെയും ഭാര്യയെയും മക്കളെയും അവന്റെ യജമാനൻ അവന്റെ ഭാര്യയെയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർപ്പാൻ അതൊക്കെ അത് ന്യായപ്രമാണത്തെ കാണിക്കുക. വീട്ടാൻ വകയില്ലെങ്കിൽ ന്യായപ്രമാണം പറയുന്നത് പാപം ചെയ്താൽ ശിക്ഷ അനുഭവിക്കും. യെഹെസ്കേൽ പ്രവചനം പറയുക, പാപം ചെയ്യുന്ന ദേഹി മരിക്കും നിശ്ചയം. ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിന്റെ 14 മുതലുള്ള വാക്യങ്ങൾ 15 മുതലുള്ള വാക്യങ്ങൾ പറയുക, ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പ്രമാണിച്ച് നടക്കാഞ്ഞാൽ ഈ ശാപമൊക്കെ നിനക്ക് വന്ന് ഭവിക്കും. ഇവിടെ പറയാൻ നിന്റെ അവന്റെ ഭാര്യയെയും മക്കളെയും അവനുള്ളതെല്ലാം നഷ്ടമാകും. എന്നൊക്കെ ഈ ശാപത്തെ കാണിക്കുക. അതിനെ വിൽക്കുക എന്നത് KJV-ക്കകത്ത് എഴുതിയിരിക്കുന്നതെന്നറിയാമോ? KJV ട്രാൻസ്ലേഷനകത്ത് എഴുതിയിരിക്കുന്നത് അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ലവ് ഓഫ് സിന്നിങ് അല്ലേ? അങ്ങനല്ലേ? ഓക്കെ അവൻ വീട്ടുക, അവനെ സ്ലേവറി എന്നുള്ളത് വായിച്ച് നോക്കടി മോളെ. നോക്കിയേ, ആ പാപത്തിലേക്ക് വിൽക്കപ്പെടുക എന്നൊരർത്ഥത്തിലാണ് ആ വാക്ക് ഉപയോഗിച്ചത്. നോക്കിയേ, ഭാര്യയെ മക്കളെ തനിക്കുള്ളതിനെല്ലാം അടിമത്തത്തിലേക്ക്, പിശാചിന്റെ അടിമത്തത്തിലേക്ക് വിൽക്കുക. അത് നോക്കി, അത് ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥയാണ്. ഒരു മനുഷ്യൻ പാപം ചെയ്താൽ അവൻ പിശാചിന് അടിമയായി പോകുക, അവന്റെ ഭാര്യ അല്ലെങ്കിൽ കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെടുകയാണ്, അല്ല അവളുടെ ഭർത്താവ് പിശാചിന് അടിമപ്പെട്ടു പോകുകയാണ്. മദ്യപാനത്തിലും മറ്റ് വെറിക്കൂത്തുകളിലും ഭർത്താവ് മക്കളെ നോക്കുന്നില്ല, ഭാര്യയെ നോക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിയോട് പറഞ്ഞു, അവളുടെ വിവാഹം വരിക, അവളുടെ അച്ഛൻ അവരെ നോക്കുന്നില്ല, അവരുടെ അച്ഛൻ അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നില്ല. അച്ഛനുണ്ട്, പക്ഷെ അച്ഛനൊരു കാര്യവും ശ്രദ്ധിക്കത്തില്ല. എന്നൊക്കെ അച്ഛൻ അവർക്ക് നഷ്ടപ്പെടുകയാണ്, അച്ഛൻ അവരുടെ കാര്യങ്ങൾ നോക്കുന്നില്ല. ശ്രദ്ധിച്ചേ പ്രിയമുള്ളവരെ, അത് നോക്കിയേ പാപത്തിന്റെ ശമ്പളമായിട്ട് വരികയാണ്. ചില ഭാര്യയുണ്ട്, പക്ഷെ വീട്ടിൽ ഞാനൊരു ആൻറ്റി പറയുന്നത് കേട്ടിട്ടുണ്ട്, അവർ വേറൊരാളെ കുറിച്ച് എന്നോട് പുള്ളിക്കാർ പറഞ്ഞ്, ആ സ്ത്രീ അവരുടെ ഭർത്താവിന് ഈച്ചയൊക്കെ തല്ലിക്കൊന്നിട്ട് വെള്ളം കുടിക്കാൻ കൊടുക്കുന്നത്. അവർക്ക് അവരുടെ ഭർത്താവിനോട് ശകലവും സ്നേഹമില്ല, ബഹുമാനമില്ല, ഭർത്താവിന് മാന്യത കൊടുക്കുന്നില്ല. അവളുടെ ഭാര്യ ആ ഭർത്താവിന് അനുഗ്രഹമില്ല. എന്നാ നോക്കിയ സദൃശവാക്യം പറയുക, അവളുടെ ആയുഷ്കാലം മുഴുവനും തന്റെ ഭർത്താവിന് തിന്മയല്ല നന്മ തന്നെ ചെയ്യും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നോക്കിയ കുടുംബ ഛിദ്രങ്ങൾ, അല്ലെങ്കിലൊക്കെ മക്കള് അപകടത്തിൽ മരണപ്പെട്ടു പോകുന്നു, നോക്കിയ ഭർത്താവ് ആകെ പ്രശ്നമാകുന്നു, വീട്ടിൽ കള്ളുകുടിച്ചേരുന്നു, വഴക്കുണ്ടാകുന്നു, ഭാര്യയും അവൻ്റെ ഭാര്യയെയും മക്കളെയും അവനുള്ളതെല്ലാം വിറ്റാലും കടം തീരത്തില്ല. വിറ്റ് കടം തീർക്കുക എന്നതാ ന്യായപ്രമാണത്തിന്റെ പാപം ചെയ്താലുള്ള ശിക്ഷ. ശ്രദ്ധിച്ചേ. അപ്പോൾ നോക്കിയേ, ഇവന് ഭാര്യയെയും മക്കളെയും ഒക്കെ വിറ്റ് കടം തീർക്കുവാനായിട്ട് ആണ് ന്യായപ്രമാണം പറയുന്നത്. ഇവനെ നോക്കിയേ, അതിനവൻ മുതിർന്നില്ല. അവൻ അടുത്ത ഒരു പരിപാടി അവൻ കണ്ടുപിടിച്ച, കർത്താവ് പറയുന്ന സംഭവമാണല്ലോ. അവൻ നോക്കിയേ, അവൻ യജമാനന്റെ കാൽക്കൽ ചെന്നങ്ങ് വീണു. എന്നിട്ട് പറഞ്ഞു, യജമാനനെ, എന്നോട് കരുണ തോന്നിയണമേ, എന്നോട് മനസ്സലിയണമേ. അത് പുതിയ നിയമത്തിലെ കൃപയെ കാണിക്കുക. അവൻ പറയാ, നോക്കിയേ, എന്നോട് കരുണ തോന്നിയണമേ, എന്നോട് മനസ്സലിയണമേ എന്ന് എന്നവൻ പറഞ്ഞപ്പോൾ നോക്കിയേ, അതിന്റെ 27-ാമത്തെ വാക്യം, അപ്പോൾ ആ ദാസന്റെ യജമാനൻ മനസ്സലിഞ്ഞ്. നമ്മുടെ ദൈവം മനസ്സലിവുള്ള ദൈവമാണ്. ഒരു കുഷ്ഠരോഗി യേശുവിന്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി. പഴയ നിയമത്തിൽ ഒരു കുഷ്ഠരോഗി മോശയുടെ അടുക്കൽ വന്നു. അത് മോശയ്ക്ക് വളരെ പ്രിയപ്പെട്ട ആളാ. അത് ദൈവസന്നിധിയിൽ പ്രവചിക്കുന്ന ഒരു പ്രവാചകിയുമാണ്. മോശയ്ക്കും വളരെ അടുത്തയാളാ, അഹരോനും അടുത്തയാളാ. മോശ ജീവനോട് ഇരിക്കാൻ തന്നെ കാരണക്കാരി മോശയുടെ പെങ്ങള് മിര്യാമ. അവളാണ് മോശയെ വെള്ളത്തിൽ കൊണ്ടിട്ടതും മോശയെ ഫറവോന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് അമ്മയുടെ അടുത്തുകൊണ്ട് വളർത്താനായിട്ടൊക്കെ ഇടപെട്ടത് മോശയുടെ സഹോദരി മിര്യാമ. ഈ മിര്യാമ ഇപ്പം കുഷ്ഠരോഗിയായിരിക്കുന്നു. സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിലാണ്. നോക്കിയേ, ദൈവത്തോട് അവർ അപേക്ഷിച്ചു. മോശ അഹരോനും ഒക്കെ, അല്ലെ അഹരോന് മോശയോടൊന്ന് പറയുക, അവൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും. മോശയ്ക്ക് വലിയ പ്രിയപ്പെട്ട ആളായിട്ട് തോന്നും. ആളായിട്ട് പോലും പടിനിമിത്ത പ്രമാണം പറയുന്നതെന്നറിയാം, അവളെ പുറത്ത് അടച്ചിടുക, അവൾ ചെയ്ത തെറ്റിന്റെ ശിക്ഷ അവൾ അനുഭവിക്കട്ടെ. അതാ പ്രിയമുള്ളവരെ ന്യായപ്രമാണം. ന്യായപ്രമാണത്തിൽ കുഷ്ഠരോഗം പാപത്തെ കാണിക്കുന്ന കുഷ്ഠരോഗിയെ പുറത്ത്
ആരും ചെല്ലാത്ത ഒരു പ്രത്യേക സ്ഥലത്ത് അടച്ചിടണമെന്നാണ്. എന്താ പുതിയ നിയമത്തിലെ യേശുവിന്റെ അടുക്കൽ ഒരു മനുഷ്യൻ കുഷ്ഠരോഗി വന്നു. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു. യേശുവിനെ തൊട്ടു. അതിനോട് തലഞ്ഞുണ്ടെന്നേ. യേശുവിനെ തൊട്ടു. മനസ്സുണ്ട്, ശുദ്ധമാകാ എന്ന് പറഞ്ഞു. ബി ഹീൽ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശു മനസ്സലിഞ്ഞു. അവന്റെ കടമെല്ലാം ഇളച്ചു കൊടുത്തു. നമ്മുടെ പാപമെല്ലാം ക്ഷമിച്ചു തന്നില്ലേ? നമ്മുടെ അനേകമായിരുന്ന പാപം ക്ഷമിച്ചു തന്നില്ലേ? എണ്ണിയാൽ തീരാത്ത പാപം നമ്മളോട് ക്ഷമിച്ചു തന്നില്ലേ? അങ്ങനെയുള്ളവരൊന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല. അറിയാമോ? ഞാനൊരു ഒരു ഭാഗം കൂടെ വായിച്ചു നിർത്താം. താഴോട്ട് പറയുകയാണ്, അവന്റെ കൂട്ടുദാസനെ അവൻ കണ്ടു. അവൻ എത്ര എന്താണ് അവന് കടപ്പെട്ടിരിക്കുന്നത് അറിയാമോ? എങ്ങനാ? 100 എത്ര വാക്യം? 28 വാക്യം. 100 വെള്ളിക്കാശ്. 100 വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ ഒരു താലന്തിന്റെ 16 വളരെ തുലവും വളരെ ചെറിയത്. ദൈവത്തോട് മനുഷ്യന്റെ കടപ്പാട്, പാപം ചെയ്താൽ അവന് വീട്ടേണ്ടത് 10,000 താലന്താണ്. മനുഷ്യനോട്, നമ്മളോട് ആളുകൾ പാപം ചെയ്തേക്കുന്നത്, നമ്മളോട് നമ്മുടെ ഇത് വക്രിച്ചെടുത്തത്, നമ്മുടെ ഇത് മോഷ്ടിച്ചെടുത്തത്, നമ്മളെ കളിപ്പിച്ചത്, നമ്മളോട് കള്ളം പറഞ്ഞത്, നമ്മളെ അപമാനിച്ചത്, നമ്മളെ പരിഹസിച്ചത്, നമ്മളെ പഴിച്ചത്, നമുക്കെതിരെ ആക്ഷേപം പറഞ്ഞത്, നമ്മളെ കുറ്റപ്പെടുത്തിയത്, നമ്മുടെ നോക്കിയേ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളിൽ നമ്മളെ വല്ലാതെ പ്രയാസപ്പെടുത്തിയത്, ഇതെല്ലാം കൂടെ കൂട്ടിയാലും എത്ര ഉള്ളതെന്നറിയാമോ? 100 വെള്ളിക്കാശിന് എത്രയുള്ളൂ? അതായത് ഒരു താലന്തിന്റെ 16 വളരെ തുച്ഛമായി. കർത്താവ് പറയുക, അത് നിങ്ങൾ ക്ഷമിക്കണം. അപ്പൊ നോക്കിയപ്പോഴേ, നമ്മുടെ പ്രിയപ്പെട്ടവർ, അതാ ഇന്നലെ ജോൺ ബ്രദർ പറഞ്ഞതും ഇന്ന് നമ്മളോട് പിന്നീട് ഈ ഗ്രൂപ്പിൽ കാണുന്നവരോടും കർത്താവിന് പറയാനുള്ളത്, കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മളെ അനുഗ്രഹിക്കണമെന്ന് ദൈവത്തിന് ഭയങ്കര ആഗ്രഹമാണ്. നമ്മൾ അനുഗ്രഹപൂർണ്ണരാകണമെന്ന് നമ്മൾ അനുഗ്രഹിക്കും. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ വല്ല കയ്പും, ഈ വചനം പറയാ, നമ്മുടെ ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യയുണ്ടെങ്കിൽ, ആ വാക്യം എങ്ങനെ? നിങ്ങളെ ആരുടെയെങ്കിലും ഹൃദയത്തിൽ വല്ല കയ്പുള്ള ഈർഷ്യമുണ്ടെങ്കിൽ അത് പാടില്ല. ആ കയ്പുള്ള ഈർഷ്യ മാറ്റിക്കളയണം. നമ്മുടെ ഹൃദയത്തിനകത്ത് നമുക്ക് നിന്ന് പരിശോധിച്ച്, ആരോടെങ്കിലും കയ്പോ ഈർഷ്യയോ, സ്നേഹിക്കാൻ പറ്റാത്തതോ, ആരെങ്കിലും കാണുമ്പോൾ ചിരിക്കാൻ പറ്റാതെ മുഖം മറച്ചു കളയേണ്ട സ്ഥിതിയോ വല്ലതും ഉണ്ടോ? അത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക്, ദൈവത്തിൽ നിന്ന് മറുപടി വരുന്നതിന്, നാം അനുഗ്രഹപൂർണ്ണരാകുന്നതിന് തടസ്സമായിട്ട് നിൽക്കുക. ഇത് പിശാചിന്റെ തന്ത്രമാണ് പ്രിയമുള്ളവരെ. നമ്മളെ അങ്ങനെ മറ്റുള്ളവരോട്, അവർ നമ്മളോട് ചെയ്തതായിരിക്കാം, അവർ നമ്മളോട് ചെയ്തത് നമ്മൾ എങ്ങനെ ക്ഷമിക്കണമെന്ന് അറിയാമോ? നമ്മുടെ പാപം ദൈവം ക്ഷമിച്ചു. നമ്മൾ പാപമൊന്നും ചെയ്തില്ലെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദൃഷ്ടി കൊണ്ട് നോക്കുമ്പോഴാ, നമ്മുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോഴാ പാപം ചെയ്തില്ലെന്ന് നമുക്ക് തോന്നുന്നത്. എന്നാൽ ദൈവത്തിന്റെ ദൃഷ്ടി, ദൈവത്തിന് കലിക്കുന്ന മൈക്രോസ്കോപ്പ് ഭയങ്കര കാണുന്നു. അവന്റെ മുഖപ്രകാശ രശ്മിക്ക് മുൻപിൽ നമ്മുടെ പാപങ്ങളെ അവൻ നിരത്തി വെച്ചേക്കുക. കള്ളം പറഞ്ഞത്, കൊള്ളത്തരം കാണിക്കത്, നമ്മുടെ ഹൃദയത്തിൽ പാപം ചിന്തിച്ചത്, ഫോട്ടോ വെച്ച് ദൈവമാണെന്ന് പറഞ്ഞ് ആരാധിച്ചത്, എന്നൊക്കെ മറ്റുള്ളവരോട് അപമാനിച്ചത്, മറ്റുള്ളവരുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നതുകൊണ്ട് പലതും ചെയ്തത്, പ്രവർത്തിച്ചത്, എന്തോരം പാപങ്ങളാ. ഇതെല്ലാം ദൈവം നമ്മളോട് ക്ഷമിച്ചില്ലേ? ഈ ഓർത്ത് നമ്മളോട് ചെയ്തവർ എത്ര വലുതാന്നേലും അതെല്ലാം ക്ഷമിക്കണമെന്നാ പ്രിയമുള്ളവരെ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാ, നമ്മുടെ കടക്കാരോട് നമ്മളും ക്ഷമിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. പിന്നെ നോക്കിയാൽ നമ്മൾ നീതിമാന്മാരായി തീരുക, നമ്മുടെ ഹൃദയം വിശദീകരിക്കപ്പെടുക. ദൈവം പറയാ, ഹൃദയപൂർവ്വം പുറമേ നമ്മൾ കാണിക്കുന്നില്ലെന്നൊരു കാര്യമൊന്നുമില്ല, നമ്മുടെ അകത്തുണ്ടേ പ്രശ്നം. ഒക്കെ സഹോദരനോട്, അതാ യേശു കർത്താവ് പറഞ്ഞ മത്തായി 18:35 നിങ്ങൾ സഹോദരനോട് ഹൃദയത്തിൽ ക്ഷമിക്കണം. എന്നൊക്കെ പുറമേ അവർ ദേഷ്യം വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യം വന്നപ്പോൾ ഒരാളുള്ള ദേഷ്യപ്പെടുന്നതിനേക്കാളും വലിയ തെറ്റാണ് ഹൃദയത്തിനകത്തിരിപ്പുണ്ട്. ചിലപ്പോൾ ദേഷ്യപ്പെട്ടില്ല, ഹൃദയത്തിനകത്ത് നമ്മൾ കയ്പിരിപ്പുണ്ടേ പ്രശ്നമാണ്. ദൈവജനം പറയുക, ആ ഹൃദയത്തിലിരിക്കുന്ന കയ്പ് ഇങ്ങനെ വളരാൻ തുടങ്ങും. വളർന്ന് അതിങ്ങനെ ഫലം കൊടുക്കാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, ദൈവത്തിൻ്റെ അനുഗ്രഹപൂർണരായി ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു പ്രത്യേക ജനമായിട്ട് നമുക്ക് മാറണം. നമുക്കതുകൊണ്ട് പ്രാർത്ഥിക്കാം. നമുക്ക് ആരോടേലും ക്ഷമിക്കാനുണ്ടെങ്കിൽ, കർത്താവേ
ഞങ്ങളോട് അവരോട് ക്ഷമിക്കാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവരോടും ദൈവജനം പറയുക, എല്ലാവരോടും സമാധാനമായിരിക്കുകയും ആരും ദൈവകൃപ വിട്ട് പിന്മാറരുത്. എല്ലാവരോടും സമാധാനമായിരിക്കുകയും